എസെക്കിയേൽ പ്രവാചന പുസ്തകം 37 അധ്യായം അവിടെ നമുക്ക് എല്ലാവർക്കും സുപരിചിത വാക്യമാണ്. എസെക്കിയേൽ പ്രവാചകനെ ഒരു അസ്ഥിത്താഴ്വരെ കൊണ്ട് ദൈവം പ്രവചിക്കാൻ പറയുക. എസെക്കിയേൽ പ്രവചിക്കാൻ തുടങ്ങി. അവിടെ ഭയങ്കര ഭൂകമ്പം ഉണ്ടായി. എസെക്കിയേൽ കണ്ടത് അസ്ഥിയെ, പക്ഷെ ദൈവം കണ്ടത് ഒരു സൈന്യത്തെ അവിടെ കണ്ടത്. എസെക്കിയേൽ താൻ പ്രവചിക്കാൻ തുടങ്ങി. പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഭൂകമ്പം ഉണ്ടാകും. അസ്ഥിയോടും മാംസത്തോടും തൊക്കിനോടും ഒക്കെ വന്ന് ചേരുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ഒരു ചാൻസും ഇല്ലാത്ത ഏരിയ നോക്കി നീ ഇന്ന് മുതൽ ആത്മാവിൽ പ്രവചിക്കാൻ തുടങ്ങിയാൽ, നീ പ്രവചിക്കുമ്പോൾ തന്നെ നീ അത്ഭുതം നടക്കുന്നതായിട്ട് നീ മനസ്സിൽ കാണണം. അല്ലെങ്കിൽ വിശ്വാസം എന്നതോ ആശയത്തിന് ഉറപ്പും കാണാത്ത കാര്യത്തിൽ നിശ്ചയമാകിയാൽ ഈ നിശ്ചയം നിന്റെ ബോധ്യത്തിലുണ്ടായി നീ ആത്മാവിൽ പ്രവചിക്കാൻ തുടങ്ങി. ഇന്ന് നിന്റെ സകല ശൂന്യത നോക്കി, അസ്ഥിത്താഴ്വര പോലെ സകലത ഉണങ്ങിയ അസ്ഥിയാണെങ്കിലും ആ താഴ്വര നോക്കി നിനക്കൊന്ന് പ്രവചിക്കാൻ വെക്കുമോ? നിന്റെ ശൂന്യത നോക്കി നിനക്കൊന്ന് പ്രവചിക്കാൻ വെക്കുമോ? നിനക്കൊന്ന് ആത്മാവിൽ പ്രവചിക്കാൻ വെക്കുമോ? നീ ആത്മാവിൽ ഇത് ഡിക്ലെയർ ചെയ്യും. അത് മഹാസൈന്യമായി എഴുന്നേറ്റ് വരും. ഇവിടെ പറയാം, പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂകമ്പം ഉണ്ടായെന്ന്. എൻ്റെ ഭാഷ പറഞ്ഞാൽ അതുവരെ മണ്ണ് അതിനെ പിടിച്ചു വെച്ചിരുന്ന അന്നുകൊണ്ട് മണ്ണിന്റെ പിടിവിട്ട് അത് ചലിക്കുവാൻ തുടങ്ങും. നീ ആത്മാവിൽ പ്രവചിക്കുമ്പോൾ നീ ആത്മാവിൽ അത് കാണണം. നിന്റെ കാര്യങ്ങൾ മൂവ് ആകുന്നത് നീ കാണുക. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.